ഇതാണ് ഉണ്ണീശോയുടെ കളിപ്പന്ത്. ലെസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി. ലൂയി മാർട്ടിൻ്റെയും സെലിൻ്റെയും 9 മക്കളിൽ ഓമനപുത്രിയായ കുഞ്ഞു തെരേസ. നന്നേ ചെറുപ്പത്തിൽ തന്നെ അവരുടെ 4 മക്കൾ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. കുഞ്ഞു തെരേസയെ അലട്ടിയിരുന്ന രോഗങ്ങൾ ആ കുടുംബത്തെ ഒരുപാട് വേദനിപ്പിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും ചേച്ചിമാരുടെയും രാജകുമാരിയായി അവൾ വളർന്നു വന്നു. അമ്മയോട് അതിരറ്റ സ്നേഹമാണ് തെരേസയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ അർബുദ രോഗം പിടിപെട്ട് കുടുംബത്തിൻ്റെ വിളക്കായിരുന്ന ആ അമ്മ അവരോടെല്ലാം യാത്ര പറഞ്ഞു. പിന്നീട് ആ പിതാവ് തൻ്റെ പ്രിയ പെൺമക്കളെ ആത്മീയതയിലും സ്വർഗത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയിലും വളർത്തി. അമ്മയുടെ മരണശേഷം കുഞ്ഞു ത്രേസ്യ അവളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഞാൻ തീർത്തും ഭീരുവായി തീർന്നിരിക്കുന്നു. ഒരു തൊട്ടാവാടി സ്വഭാവക്കാരിയായി മാറി. ആരെങ്കിലും എന്നെ ദേഷ്യത്തോടെ നോക്കിയാൽ ഞാൻ കരഞ്ഞു പോകുമായിരുന്നു. പൂക്കൾ നിറഞ്ഞ പുൽത്തകിടിയിൽ തനിച്ചിരിക്കുന്നതിൽ അവൾ ഏറെ സന്തോഷം കണ്ടെത്തി. ധ്യാനിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കാതെ തന്നെ അവളുടെ ആത്മാവ് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. തൻ്റെ ചേച്ചിമാരുടെ കാർമൽ പ്രവേശനം കുഞ്ഞു തെരേസയെ വേദനിപ്പിച്ചുവെങ്കിലും അവളും ആ കർമ്മല പ്രവേശനത്തിനായി ഒരുങ്ങുകയായിരുന്നു. കുഞ്ഞുണ്ണീശോയും തെരേസയും വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. ഫ്രാൻസിനി എന്നൊരു കുറ്റവാളി തെരേസയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ മാനസാന്തരപ്പെട്ടു. ഒരുപാട് പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ശേഷം അവൾ മഠത്തിൽ പ്രവേശിച്ചു. സഹനത്തെക്കുറിച്ച് അവൾ തൻ്റെ മഠപ്രവേശനത്തിനു ശേഷം കൂടുതൽ അറിഞ്ഞു. സഹനങ്ങൾ അവൾക്ക് ആകർഷകമായി തീർന്നിട്ടേയുള്ളൂ. എല്ലാ പ്രവർത്തനങ്ങളിലും അവൾ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്തി. തൻ്റെ 22-ാം വയസ്സിൽ അവൾ തൻ്റെ ബാല്യകാല അനുഭവങ്ങളും ജീവിത കഥകളും കൂട്ടിച്ചേർത്ത് അനേകരെ ഈശോയിലേക്ക് അടുപ്പിച്ച നവമാലിക എന്ന ഗ്രന്ഥം എഴുതി. ക്ഷയരോഗം മൂർച്ഛിച്ചപ്പോൾ സഹനങ്ങളെ പരാതികളില്ലാതെ അവൾ ക്രിസ്തുവിൻ്റെ പീഡകളോട് ചേർത്ത് കാഴ്ചവെച്ചു. 1897 സെപ്റ്റംബർ 30 ഈശോ തൻ്റെ ചെറുപുഷ്പത്തെ ഇറുത്തെടുക്കാൻ വന്നു. തൻ്റെ കയ്യിലുള്ള ക്രൂശിത രൂപം നോക്കി അവൾ പറഞ്ഞു: ഓ പ്രിയപ്പെട്ട ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹമാണ് തൻ്റെ ദൈവവിളിയെന്ന് കാട്ടിത്തന്ന് സ്വർഗത്തിൽ നിന്ന് റോസാപുഷ്പങ്ങൾ അവൾ ഇന്നും വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ആരാലും അറിയപ്പെടാതെ 4 ചുവരുകളിൽ ഒതുങ്ങിയ ഈ ചെറുപുഷ്പം ഇന്ന് ആഗോള മിഷണറിമാരുടെ മധ്യസ്ഥയാണ്. ഉണ്ണീശോയുടെ ത്രേസ്യ നമുക്ക് വേണ്ടിയും സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കട്ടെ.